ഇത് നോക്കൂ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി വരുന്നത് മൂസാ നബിയുടെ കഥയാണ്. 88-ാമത്തെ വചനം മുതൽ മൂസാ നബിയുടെ കഥ പറഞ്ഞിട്ട് 88-ാമത്തെ വചനത്തിൽ മൂസാ നബി ഫിർഔനെതിരിൽ ഒരു പ്രാർത്ഥന നടത്തി. ആ ഭയങ്കര പ്രാർത്ഥന. ആ പ്രാർത്ഥനയും ഈ അധ്യായത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ്. 88-ാമത്തെ വചനത്തിലാണ് ആ പ്രാർത്ഥനയുള്ളത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്മാരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഗതി മുട്ടുമ്പോഴേ പ്രവാചകന്മാർ എതിരെ പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെയാണ് പ്രവാചകന്മാരെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. എന്താ പ്രാർത്ഥന? റബ്ബന തുമിസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം. അതാണ് പ്രാർത്ഥന. ഞങ്ങളുടെ റബ്ബേ, നീ അവരുടെ സ്വത്തുക്കൾ തുടച്ചു നീക്കണമേ. കാരണം ഈ ഫറോവയും കൂട്ടരും അവരുടെ സ്വത്ത് കൊണ്ടാണ് മൂസാ നബിയെയും മൂസാ നബിയിൽ വിശ്വസിച്ച ദുർബലന്മാരെയും പ്രയാസപ്പെടുത്തിയത്. മാത്രമല്ല വഷ്ദുദ് അലാ ഖുലൂബിഹിം, അതാണ് വഷ്ദുദ് അലാ ഖുലൂബിഹിം ഹത്താ യറവുൽ അദാബൽ അലീം. വേദനയേറിയ ശിക്ഷ കാണുന്നത് വരെ അവർ വിശ്വസിക്കാതിരിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങൾക്ക് നീ കാഠിന്യം നൽകണമേ. ഭയങ്കര പ്രാർത്ഥന. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച ഉടനെ അള്ളാഹ് പറഞ്ഞു, ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയും. ഈ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശിക്ഷ. എന്താ പ്രാർത്ഥനയിലുള്ളത്? അവരുടെ ഹൃദയത്തിന് കാഠിന്യം കൊടുക്കണേ. നിങ്ങൾക്കറിയോ, ശിക്ഷകളിൽ ഏറ്റവും കടുപ്പമുള്ളത് ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. കാരണം എന്താ? ഹിദായത്ത് വരേണ്ടത് ഹൃദയത്തിലേക്കാണ്. എവിടുന്ന് വരണം? അള്ളാഹുവിൽ നിന്ന് വരണം. അള്ളാഹു ഈ ഹൃദയത്തിന് കാഠിന്യം നൽകിയാൽ പിന്നെ വരൂല. ഈ സൂറയിൽ വലിയൊരു അത്ഭുതമുണ്ട്. എന്താ പറയുക, 2 വിരുദ്ധമായ ചിത്രങ്ങളുണ്ട് ഈ സൂറയിൽ. ഈ ഫറോവയുടെ കഥ അവസാനം വരെ ഇതിൽ പറയുന്നുണ്ട്. എന്താണ് ഫറോവക്ക് സംഭവിച്ചത്? അവസാനം ഫിർഔൻ മുക്കിക്കൊല്ലപ്പെടുകയാണ്. അറിയാലോ ചരിത്രം. ആ സമയത്ത് ഇതിലെ 90-91 വചനങ്ങളുണ്ട്. ആ മുക്കി ഇയാൾ ജീവൻ പോണ സമയത്ത് ഫിറോൻ പറയുന്നുണ്ട്, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ആരാ പറഞ്ഞറിയോ? അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫിറോൻ പറയാ, ഞാനിതാ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവനല്ലാതെ ആരാധ്യനില്ല. ബനു ഇസ്രായേൽ വിശ്വസിച്ച റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, ഞാനിതാ ഇന്നു മുതൽ മുസ്ലിമാണ്. ആര് പറഞ്ഞു? ഫറോ പറഞ്ഞു. അയാൾ നാവുകൊണ്ട് പറഞ്ഞതാ. അപ്പം അള്ളാഹ് മറുപടി പറയുന്നുണ്ട്, അൽ ആൻ, ഇപ്പോഴോ, ഈ നേരത്തോ, വഖദ് അസൈത ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ. ഒരുപാട് ചാൻസ് തന്നിട്ട് നീ എന്താ വിശ്വസിക്കാതിരുന്നത്? ഇപ്പോൾ ശിക്ഷ കണ്ട് ഇറങ്ങിയപ്പോഴേ നീ ഫസാദ് ഉണ്ടാക്കിയല്ലേ ചെയ്തത്. ഇത് സ്വീകരിക്കൂല. എന്തുകൊണ്ടത് സ്വീകരിക്കാതെ? ഇതെന്തുകൊണ്ട് സ്വീകരിച്ചില്ല? കാരണം സമനുൽ ഇൽത്തിറാറിൽ അൽ ഈമാനു ലാ യൻഫഉ ഫി സമനിൽ ഇൽത്തിറാർ. കുടുങ്ങിയ സമയത്ത് വിശ്വസിച്ചാൽ ഈമാൻ കിട്ടില്ല. റൂഹാണ് പോണ സമയത്ത്, ജീവനോട് പോവുക. അടിമ തൻ്റെ ദുർബലത മനസ്സിലാക്കണ ഒരു ഘട്ടം. എങ്ങനെയെങ്കിലും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് ആ ഫറോവയുടെ ഈമാൻ ഫറോവക്ക് ഗുണം ചെയ്യാതെ പോയത്. ഫറോവ വിശ്വസിച്ചു, പക്ഷെ ആ വിശ്വാസം ഗുണം ചെയ്തില്ല. എന്താ കാര്യം എന്നറിയോ? ഫറോവയുടെ ഉള്ളിൽ അതില്ല, ഹൃദയത്തിൽ അതില്ല. അള്ളാഹുവിനറിയാം ആരുടെ ഹൃദയത്തിലാണുള്ളത്. ഫറോവ എന്തേ വിചാരിച്ചിട്ടുള്ളൂ? അപ്പോൾ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. അതിനെന്ത് പറഞ്ഞു? ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ എന്ന് പറഞ്ഞു. അള്ളാഹ്ക്കറിയാം ഇവന് പറയുമ്പോൾ എന്താ അവൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് പറഞ്ഞതാ ആമൻതു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല? ആ വിശ്വാസം ഫിർഔന് ഉപകാരപ്പെട്ടിട്ടില്ല. ഇതേ സൂറത്തിൽ 2ാമത്തെ ചിത്രം എന്താണെന്നറിയോ? യൂനുസ് നബിയുടെ ചിത്രമാണ്. സെയിമാണ്, ഒരു വ്യത്യാസമില്ല. ഫിർഔൻ്റെ സമൂഹം എന്താണോ ഉണ്ടായത് അത് തന്നെയാണ് യൂനുസ് നബിൻ്റെ സമൂഹത്തിനുണ്ട്. ചെറിയ വ്യത്യാസമുണ്ട്. യൂനുസ് അലൈഹിസ്സലാം നമുക്കറിയാം, അവിടുന്ന് പോയി. തൻ്റെ പ്രബോധന സമൂഹത്തിൽ നിന്ന് അദ്ദേഹം പോയി. അവരോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് ശിക്ഷ വരും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ശിക്ഷ വരുമെന്ന്. അങ്ങനെ യൂനുസ് അലൈഹിസ്സലാം ആ ശിക്ഷ വരുന്ന സ്ഥലത്ത് ബാക്കി എണ്ണ നിൽക്കണ്ടെന്ന് വിചാരിച്ച് അവിടുന്ന് പോയി. സ്വാഭാവികമായിട്ട് അവിടെ ശിക്ഷ ഇറങ്ങി. പക്ഷെ ശിക്ഷ ഇറങ്ങുന്ന സമയത്ത് ഇവർ കണ്ട് ആകാശം മുഴുവൻ ഇങ്ങനെ കറുത്തിരണ്ടി വരും. എന്നിട്ട് ആകാശം ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവരെന്താ ചെയ്തറിയോ? യൂനുസ് നബിയിൽ അവിശ്വസിച്ച ഈ സമൂഹം അവരെല്ലാവരും കൂടി അവരുടെ
മക്കളെയും അവരുടെ സ്ത്രീകളെയും അവരുടെ കന്നുകാലികളെയൊക്കെ കൂട്ടി പുറത്തേക്കിറങ്ങിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഭയങ്കരമായിട്ട് ദുആ ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങളിതാ ഈമാൻ കൊള്ളുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അവർ തൗബ ചെയ്തു. ഇവരും തൗബ ചെയ്യണം എപ്പോഴാണ്? ശിക്ഷ ഇങ്ങനെ മുമ്പിൽ കാണുമ്പോഴാണ്. ശിക്ഷ അവരുടെ തലക്ക് മുകളിൽ ഇങ്ങനെ കറങ്ങുക, എപ്പോൾ വീഴണം എവിടെ വീഴണം നോക്കിയിട്ട്. പക്ഷെ അള്ളാഹു അവരുടെ ഈമാൻ സ്വീകരിച്ചു, അവരുടെ വിശ്വാസം അള്ളാഹു സ്വീകരിച്ചു. നേരത്തെ ഫറോവയുടെ സ്വീകരിച്ചിട്ടില്ല കേട്ടോ, ഇവരുടെ സ്വീകരിച്ചു. എന്താ കാരണം? രണ്ടും ഒന്നല്ലേ? അല്ല, വ്യത്യാസം. എന്താ കാരണം എന്നറിയാം? ഇവരുടെ കൽബിനകത്തുള്ളത് എന്താ എന്ന് അള്ളാഹു പറഞ്ഞു. ഇവരുടെ കൽബിനകത്തുള്ളത് സിദ്ഖായിരുന്നു, സത്യസന്ധതയായിരുന്നു. അതുകൊണ്ടാണ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. 96 മുതലുള്ള വചനങ്ങൾ അതാണ് പറഞ്ഞിരുന്നത്, യൂനുസ് നബിയുടെ സമൂഹത്തിൻ്റെ ആ കഥ. ഇത് ശരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് താരതമ്യം ചെയ്ത് ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ശരിക്കും മനസ്സിലാക്കണം. 96-ാമത്തെ വചനം, ഇന്നല്ലദീന ഹഖ്ഖത് അലൈഹിം കലിമതു റബ്ബിക ലാ യുഅ്മിനൂൻ. നിശ്ചയമായും ഏതൊരു വിഭാഗത്തിൻ്റെ മേൽ നിൻ്റെ രക്ഷിതാവിൻ്റെ ശിക്ഷയുടെ കൽപ്പന സ്ഥിരപ്പെടുന്നുവോ അവർ വിശ്വസിക്കില്ല. വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ ഹത്താ യറവുൽ അദാബൽ അദീം. ഏതൊരു തെളിവ് വന്നാലും അവർ വിശ്വസിക്കില്ല. ഏതുവരെ? ഹത്താ യറവുൽ അദാബൽ അലീം, വേദനയുള്ള ശിക്ഷ നേരിൽ കാണുന്നവരെ. അപ്പോഴാണ് ആര് വിശ്വസിച്ചത്? ഫിർഔനും കൂട്ടരും വിശ്വസിച്ചത്. ഇനിയാണ് ഫലൗലാ കാനത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ ഇല്ലാ ഖൗമ യൂനുസ്. ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആളുകൾ വിശ്വാസം സ്വീകരിക്കുകയും വിശ്വാസം അവർ പ്രയോജനപ്പെടുകയും ചെയ്യാത്തത് എന്ത്? അള്ളാൻ്റെ ചോദ്യമാണ്. എന്തേ ഇങ്ങനെ ശിക്ഷ വന്നിട്ടും എന്താ പ്രയോജനപ്പെടാഞ്ഞ വിശ്വാസം? ആകെ ലോക ചരിത്രത്തിൽ ഒരു വിഭാഗത്തിനെ പ്രയോജനപ്പെട്ടിട്ടുള്ളൂ. അതാരാ? ഇല്ല ഖൗമ യൂനുസ്, യൂനുസിൻ്റെ ജനത ഒഴികെ. ലമ്മ ആമനു, അവർ വിശ്വസിച്ചപ്പോൾ കശഫ്നാ അൻഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തി ദുനിയ, അപമാനകരമായ ശിക്ഷ ഇഹലോക ജീവിതത്തിൽ നിന്ന് അവർക്ക് നാം നീക്കിക്കൊടുത്തു. അവരെ ശിക്ഷിച്ചില്ല. ആകെ ചരിത്രത്തിൽ അതേ ഉള്ളൂ ശിക്ഷിക്കാത്ത വിഭാഗം. വമത്തഅനാഹും ഇലാ ഹീൻ, ഒരു നിശ്ചിത കാലം വരെ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യവും ഒരുക്കി കൊടുത്തു. എന്താ വ്യത്യാസം? രണ്ടും ഒന്നല്ലേ? അല്ല, വ്യത്യാസം ഇവരുടെ ഹൃദയത്തിൽ സത്യസന്ധതയുണ്ടായിരുന്നു, മറ്റോൻ്റെ ഹൃദയത്തിൽ സത്യസന്ധതയില്ല. മറ്റോൻ കുടുങ്ങിയപ്പണം സമനുൽ ഇൽത്തിറാറിലാണ്. അത് ഉപകാരപ്പെടില്ല. റൂഹ് പോകുന്ന സമയത്ത്, ജീവനോട് പോകുന്ന സമയത്ത് ഇനി വിശ്വസിച്ച് കളയാം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വരിക ഈ ഫറോവയുടെ അധോഗതിയായിരിക്കും. അതാണ് അള്ളാഹു നോക്ക് നമ്മുടെ ഹൃദയത്തിലേക്കാണ് സഹോദരന്മാരെ. ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ കണികയുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മളെന്താക്കും? രക്ഷപ്പെടുത്തും. അള്ളാഹുവിനറിയാം എന്താ നമ്മുടെ ഉള്ളിലുള്ളത്. എല്ലാവരും ഇനി ശ്രദ്ധിച്ചോളി സഹോദരന്മാരെ, കൽബിലേക്ക് അള്ളാൻ്റെ നോട്ടം. ഈമാൻ കിട്ടണം ദുആ ചെയ്തിട്ട് കാര്യമില്ല. കൽബിൽ ഈമാൻ ഉണ്ടോ അള്ളാഹ് നോക്കും. അള്ളാഹിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, ചോദിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പിരിറ്റ് എന്താണ്, അള്ളാഹു നോക്കും. അതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈമാൻ എപ്പോഴേ ഉപകാരപ്പെടൂ? എല്ലാവരും ശ്രദ്ധിച്ചോ, വഖ്തുൽ ഇഖ്തിയാറിലേ ഉപകാരപ്പെട്ടു. സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഘട്ടം, അതാണ് വഖ്തുൽ ഇഖ്തിയാർ. എങ്ങനെ ആഗ്രഹത്തോടു കൂടി സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഘട്ടം, അപ്പോഴേ ഈമാൻ ഉപകാരപ്പെടും. ആ സമയത്ത് ഈമാൻ ഉണ്ടോ, നമുക്കതുണ്ടോ എന്ന് ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്കേ അറിയുള്ളൂ. ആർക്കും അറിയില്ല, പുറത്തുള്ള ഒരാൾക്ക് അറിയില്ല. എനിക്കറിയാം, എൻ്റേത് എനിക്കറിയാം, പിന്നെ അള്ളാഹ്ക്കേ അറിയുള്ളൂ. കാരണം എന്താ? ഹൃദയത്തിലേക്ക് നോക്കാൻ ആർക്കേ കഴിയൂ? അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതാണ് ഫിറഔന് സംഭവിച്ചത്. ആ ഫിറഔന് സംഭവിച്ചത് യൂനുസ് നബിയുടെ സമൂഹത്തിന് സംഭവിക്കാതെ പോയതും അതുകൊണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ യൂനുസ് നബിയുടെ അവസ്ഥയും യൂനുസ് നബിയുടെ സമൂഹത്തിൻ്റെ അവസ്ഥയും ഫിറഔൻ്റെ അവസ്ഥയും ഏകദേശം സാദൃശ്യമുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. യൂനുസ് അലൈഹി ഇസ്ലാം അവിടെ എന്തായി? യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം രക്ഷപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട്. 99-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനമാണ്.
അതെന്താ ചോദിച്ചാൽ വലൗ ഷാ റബ്ബുക ലആമന മൻ ഫിൽ അർദി ജമീഅൻ, നിൻ്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ഒന്നിച്ച് വിശ്വസിക്കുമായിരുന്നു. അതല്ല സംഗതി. ഇവിടെ പരീക്ഷണങ്ങളിൽ ജയിക്കണം. പരീക്ഷക്കാങ്ങളെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് വലിയ പ്രൈസ് തരാൻ പോട്ട്, സമ്മാനം തരാൻ പോട്ട്, ഉന്നതമായ പദവികൾ തരാൻ പോട്ട്. അതാണ് വിശ്വസിക്കാത്ത. അഫ അൻത തുക്രിഹു നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, എന്നിട്ട് ജനങ്ങൾ സത്യവിശ്വാസികളാകാൻ നീ അവരെ നിർബന്ധിക്കുകയാണോ? നബിയോടാ ചോദിക്കുക. പറ്റുമോ ആർക്കെങ്കിലും? കഴിയില്ല, ആർക്കും പറ്റൂല. വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അള്ളാഹുവിൻ്റെ അനുമതി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ അനുമതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കുന്നുണ്ട്. അതാണ് വിഷയം. അപ്പോൾ അത് നമ്മൾ ശരിക്ക് ചിന്തിക്കണം അവിടെ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ പോയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ യൂനുസ് അലൈഹിസ്സലാമിൻ്റെ കഥ കഴിഞ്ഞ് പിന്നെ ഈ സംഗതികളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം അള്ളാഹു തൗഹീദ് ഇങ്ങനെ എത്തിക്കണം. അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഖുൽ ഉൻദുറു മാദാ ഫിസ് സമാവാതി വൽ അർദ്. ഇത് മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ മാത്രമല്ല, ആകാശഭൂമികളിലുള്ള മുഴുവൻ ആയത്തുകളും അള്ളാഹു എന്തിനാണ് നമുക്ക് തന്നത്? തൗഹീദ് നമ്മളിൽ അടിയുറച്ച് ത്വരീഖുൽ മുസ്തഖീമിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി തന്നതാണ്. അതാ ചോദിക്കുന്നത്. നിങ്ങൾ ആകാശഭൂമികളിലേക്ക് നോക്കൂ കൂട്ടരെ. വമാ തുഗ്നിൽ ആയാതു വന്നുദുർ അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ. ഈമാനില്ലാത്ത സമൂഹത്തിന് ആകാശവും ഭൂമിയും അതിലുള്ള താക്കീതുകളും ദൃഷ്ടാന്തങ്ങളും വല്ല ഉപകാരം ചെയ്യൂല. നോക്കൂ, ചിന്ത, ഗവേഷണങ്ങളുണ്ട്, നിരീക്ഷണങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്, ചിന്ത ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ സയൻസായി പോകുന്നല്ലേ, ഈമാനായി പോകില്ല. ഈമാനായി വരണമെങ്കിൽ എന്ത് വേണം? അതാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. ഈമാനായി വരണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. അത് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹു അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഹിദായത്ത് നൽകും. അതാണ് യഥാർത്ഥത്തിൽ ഖൗമു യൂനുസ് നബിൻ്റെ സമൂഹത്തിന് അവരുടെ സത്യസന്ധത കൊണ്ട് അള്ളാഹു നൽകിയതാണ് അവർക്ക് ഈമാൻ. അതുകൊണ്ടാണ് അവർക്ക് ശിക്ഷയെ ഇല്ലാതാക്കി കൊടുത്തത്. ഇത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ് നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഈ സൂറത്തെ തദബ്ബുർ ചെയ്താൽ കിട്ടുന്ന ഏറ്റവും വലിയ പാഠം അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈമാൻ ഇല്ലാതാകുന്നത് അടയാളങ്ങളോ തെളിവുകളോ ദൃഷ്ടാന്തങ്ങളോ അല്ലെങ്കിൽ ശിക്ഷകളുടെ കഥകളോ ഇല്ലാത്തത് കൊണ്ടല്ല. അത് ധാരാളമുണ്ട്. കണ്ണ് നിറയെ കാണാൻ അടയാളങ്ങളുണ്ട് അള്ളാനെ കണ്ടെത്താൻ, അല്ലേ? ഇഷ്ടം പോലെ പ്രപഞ്ചത്തിലുണ്ട്. നമ്മൾ സ്പർശിക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ട്, കാണുന്ന സ്ഥലത്തൊക്കെ ഉണ്ട്. 14 മുതൽ 70 വരെയുള്ള ഈ സൂറത്തിലെ വചനങ്ങൾ മുഴുവൻ അതാണ്. ഒരുപാട്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, സുമ്മ ജഅൽനാകും ഖലായിഫ ഫിൽ അർദ് മിൻ ബഅദിഹിം ലിനൻദുറ കൈഫ തഅമലൂൻ. ഒരുപാട് ഖലായിഫുകൾ നിങ്ങൾക്ക് വിട്ടേച്ചു ഭൂമിയിൽ. എന്താ നിങ്ങൾ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഖുൽ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. ഇതൊന്നും കാണാതെ നോക്കാതെ അള്ളാഹുവിനെ പറ്റി കറ്റുകെട്ടി പറഞ്ഞു നടക്കുന്ന ആൾക്കാർ വിജയിക്കൂല. മതാഉൻ ഫിദ് ദുനിയാ, കുറച്ചു കാലം ദുനിയാവിൽ നിങ്ങളിങ്ങനെ വലുതൊക്കെ വിട്ട് ജീവിക്കും. സുമ്മ ഇലൈനാ മർജിഉഹും, പിന്നെ നമ്മുടെ അടുത്തേക്കാ മടങ്ങി വരാനുള്ളത്. സുമ്മ നുദീഖുഹുമുൽ അദാബ ശദീദ്, നിങ്ങളുടെ വിശ്വാസം ശരിയാകാത്തതിൻ്റെ കാരണമായി, നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ കാരണമായി നിങ്ങൾക്ക് വലിയ ശിക്ഷ വരും. ഈ ആയത്തുകൾ ഇങ്ങനെ നോക്കൂ, അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ എണ്ണി കുറേ പറയുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ ലക്ഷ്യമുള്ളൂ. എന്താ? മനുഷ്യ ജനത സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തണം, ഖാലിസായ തൗഹീദിലേക്ക് എത്തണം. ഇതിങ്ങനെ വിശദീകരിക്കുകയാണ് ഓരോന്നും, ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് പറയേണ്ട ഇവരുടെ സ്വഭാവം. അള്ളാഹ് ചോദിക്കേണ്ട ഒരു സ്ഥലത്ത്, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബി ആയാതി. അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കറ്റുകെട്ടി പറഞ്ഞതിനേക്കാൾ വലിയ അക്രമി ആരാളുള്ളത്? അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവനേക്കാൾ വലിയ അക്രമി ആരാളുള്ളത്? നിങ്ങൾ കണ്ടില്ലേ ആളുകളെ? അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരല്ലേ കുറേ മനുഷ്യന്മാരെ എന്തൊക്കെ പേര് പറഞ്ഞിട്ടാ?
കറ്റുകെട്ടി പറയല്ലേ. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറയാൻ ധൈര്യം കാണിച്ച മനുഷ്യന്മാർ ജീവിച്ച ഭൂമിയിലാണ് നമ്മളുള്ളത്. പേടിക്കണം. ഈ 17-ാമത്തെ വചനം ശരിക്കും വായിച്ചോളി, സൂറത്ത് യൂനുസിലെ. അത് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് അവർ ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, സഹായം ചോദിക്കുന്നു, സുജൂദ് ചെയ്യുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയോട്. വയഖൂലൂന, എന്നിട്ട് ഈ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും, ഹഉലായി ശുഫഅഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശ പറയും. ശരിക്കും ശ്രദ്ധിച്ചോ, നമ്മൾ ഈ കൂട്ടത്തിലാണോ അല്ലേ എന്നുള്ളത്. ഭയങ്കര ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് തആല അമ്മ സുബ്ഹാനഹു വ തആല അമ്മ യുശ്രികൂൻ എന്ന. ഇവർ ചെയ്യുന്ന ഈ ശിർക്കിൽ നിന്ന് അള്ളാഹു എത്ര ഉന്നതനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ പറയാം, തൗഹീദിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ പറയാം. സമുദ്രത്തെക്കുറിച്ച്, കരയെക്കുറിച്ചും കടലിനെക്കുറിച്ചും പറയുന്നുണ്ട്. കടലിൽ സഞ്ചരിക്കാൻ കപ്പൽ ഏർപ്പെടുത്തി തന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 22, 23 വചനങ്ങൾ അതാണ്. എന്നിട്ട് കടലിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ അള്ളാഹിനെ വിളിക്കും. ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഭയങ്കര ഇഖ്ലാസോടുകൂടി അല്ലാ 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 എന്ന് വിളിക്കും. നമ്മൾ അവിടെയല്ല ഉള്ളത്. നമ്മൾ കുടുങ്ങുമ്പോഴും അള്ളാഹിനെ വിളിക്കണില്ല. അങ്ങനത്തെ അധോഗതിയിലേക്കാണ് ഈ സമുദായം പോയിട്ടുള്ളത്. വല്ലാത്ത അപകടം. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ് പറയണത്. അവർ ഈ കടലിൽ കുടുങ്ങിയാൽ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ, ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നല്ല മനുഷ്യരാകും, ശുക്ർ ചെയ്യുന്നവരാകും. മക്കയിലെ മുശ്രിക്കുകൾ അവർ. പക്ഷേ രക്ഷപ്പെടുത്തിയാലോ അവർ നേരെ അങ്ങോട്ട് തന്നെ മറിയും. ഇതാണ് പ്രശ്നം. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അവരോട് പറയാം. എന്നിട്ട് കുറേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആരാണ് ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്? ഇവർക്ക് പറ്റുമോ? അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാർ, ആരാണ് സമഇന്റെയും അബ്സാറിന്റെയും ഉടമ? കാഴ്ചയും കേൾവിയും തന്നത് ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വമൻ യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. ഭയങ്കര ചോദ്യം. വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് ഭൂമിയിൽ തദ്ബീർ നടത്തുന്നത്? മുദബ്ബിർ ആരാ? മക്കയിലെ മുശ്രിക്കുകളുടെ മറുപടി എന്താ അറിയോ? ഫസയഖൂലൂന അല്ലാഹ്, ഇതൊക്കെ അള്ളയാണെന്നാണ്. നമ്മുടെ നാട്ടുകാരെവിടെ നിൽക്കുന്നത്? അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഇത് അള്ളയാണ് എന്ന് പറഞ്ഞ ആൾക്കാരോട് അള്ളാഹു ചോദിക്കുക, ഫഖുൽ, നബിയെ അവരോട് ചോദിക്കുക, അഫലാ തത്തഖൂൻ, എന്നിട്ട് എന്തേ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാത്തത്? ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഈ വിശ്വാസം ഉണ്ടായിരുന്നു കൂട്ടരെ. അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത്, അള്ളാഹുവാണ് ജീവൻ നൽകുന്നത്, അള്ളാഹുവാണ് ഈ ലോകത്തിൻ്റെ മുദബ്ബിർ. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അവർക്ക് തൗഹീദ് കിട്ടിയില്ല. കാരണം എന്താ? അള്ളാഹുവിൻ്റെ കൂടെ മറ്റു പലതിനെയും അവർ വെച്ചു. അതാണ് പ്രശ്നം. അള്ളാഹു അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ഗൗരവമുള്ളൊരു വർത്തമാന. അലാ ഇന്ന ലില്ലാഹി മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാ. നിങ്ങൾ മനസ്സിലാക്കണം, ആകാശഭൂമികളിലുള്ളതും നിങ്ങൾ ശുറക്കാകളാക്കി, പങ്കുകാരാക്കി വെച്ചിട്ടുള്ള എല്ലാം ആരുതാ? അള്ളാഹുവിൻ്റെതാ, അള്ളാഹുവിൻ്റെതാ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഊഹമാണ് എന്ന്. ഇതിങ്ങനെ പറഞ്ഞിട്ട് സഹോദരന്മാരെ, ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇത് വിവരിക്കുന്ന അടിയിൽ ഒരു മനോഹരമായ വാക്കുണ്ട്. 57ഉം 58ഉം വചനം സാധാരണ കേൾക്കാറുള്ളത് ഖുർആനെ കുറിച്ചാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഖുർആനിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. ഇതൊക്കെ ഖുർആനിലുണ്ട് എന്ന് പറയാനാണ് അത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ, ഭൂമിയിലുള്ള പ്രാപഞ്ചിക അടയാളങ്ങൾ വിവരിച്ച് തൗഹീദ് ഇങ്ങനെ പറയുന്ന പോലെ തന്നെ ആളുകളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ അള്ളാഹു ചെയ്തത് മുൻകഴിഞ്ഞ സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പലതരത്തിലുള്ള ലൈവായ അടയാളങ്ങൾ കൊടുത്തു. 71 മുതൽ 93 വരെയുള്ള വചനങ്ങൾ ഇത്തരം ലൈവായ കുറേ സംഗതികളാണ്. ഇതിൽ ആദ്യം പറയുന്നത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ്. ഇത് ശരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ അതൊരു ലൈവായ നമുക്ക് തോന്നാം. നൂഹ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ ഒരുപാട് കാലം ജീവിച്ചു, അല്ലേ? 950 വർഷം. ഒരു പ്രവാചകൻ ഒരു സമൂഹത്തിൽ ജീവിച്ച ഏറ്റവും വലിയ കാലഘട്ടം അതാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ രാപ്പകൽ ഇടതടവില്ലാതെ ഈ അള്ളാഹുവിൻ്റെ ഈ ആശയത്തിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അവർ കളവാക്കി. എന്നിട്ട് അവസാനം എന്തുണ്ടായത്? അവരെ അള്ളാഹു
മുക്കി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മരുഭൂമിയിൽ നൂഹ് അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി. അവർക്ക് ശരിക്ക് ലൈവായി അത് മാത്രം മതി. ഒരു മനുഷ്യനിങ്ങനെ ഇരുന്ന് കപ്പലുണ്ടാക്കുക. അവിടെ ഒരിക്കലും പുഴയില്ല, അല്ലെങ്കിൽ കടലില്ല. ആലോചിച്ചാൽ പോരെ. അങ്ങനെ വലിയ പേമാരി വന്നു, വലിയ പേമാരി വന്നു, ഭയങ്കരമായി വെള്ളപ്പൊക്കമുണ്ടായി. ഈ കടലിൽ കയറി നബിയുടെ കൂടെ വിശ്വസിച്ചവരൊക്കെ, നൂഹ് നബിയുടെ കൂടെ വിശ്വസിച്ചവരൊക്കെ രക്ഷപ്പെട്ടു. 71-73 വചനങ്ങളിൽ അത് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ കാണും. ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരുടെയും കഥ. ഹൂദ്, സാലിഹ്, ഇബ്രാഹിം, ലൂത്ത്, ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരുടെയൊക്കെ ചരിത്രം ഇതാണ്. ഇതൊക്കെ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും ഈ ആയത്തുകൾ അവരുടെ സമൂഹത്തിന് ഉപകാരപ്പെട്ടില്ല. ഏതുപോലെ നൂഹ് അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിന് ഉപകാരപ്പെടാത്തതുപോലെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെയും തീർന്നില്ല നൂഹ് നബിൻ്റെത്. പിന്നെ മൂസാ നബിയുടെ കഥ വരുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിനെ ഫിറൗൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. 75 മുതൽ 93 വരെയുള്ള വചനങ്ങൾ ആ കഥയാണ്. വിശ്വസിച്ചോ? ഇല്ല, വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, ഫിറൗനും ഏതുപോലെ നൂഹ് നബിയുടെ സമൂഹം മുക്കി നശിപ്പിക്കപ്പെട്ടതുപോലെ ഫിറൗനും മുക്കി നശിപ്പിക്കപ്പെട്ടു. അതല്ലേ? 2 കൂട്ടരും വിശ്വസിക്കാതിരുന്നതിന് ഖുർആൻ 2 കാരണങ്ങൾ പറയുന്നുണ്ട്. അത് 78-ാമത്തെ വചനത്തിലുണ്ട്. 2 കൂട്ടരും വിശ്വസിക്കാത്തത്, 2 കൂട്ടരല്ല, ഏതൊക്കെ സമൂഹം വിശ്വസിക്കാതെ പോയോ അതിൻ്റെ കാരണം ഇതാ. 2 കാരണം. ഖാലു അജിഇതനാ ലിതൽഫിതനാ അമ്മാ വജദ്നാ അലൈഹി ആബാഅനാ വതകൂന ലകുമുൽ കിബ്രിയാ ഫിൽ അർദ് വമാ നഹ്നു ലകുമാ ബിമുഅ്മിനീൻ. 78-ാമത്തെ വചനം എല്ലാവരും നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമത്തേത് തഖ്ലീദാണ്, അന്ധമായ അനുകരണം. ഞങ്ങളുടെ വാപ്പപ്പന്മാരുണ്ടാക്കിയ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കാനാണോ നൂഹ് നീ വന്നിട്ടുള്ളത്, മൂസ നീ വന്നിട്ടുള്ളത്? അതാണ് ഒന്നാമത്തെ കാരണം. തഖ്ലീദ് എന്ന് പറയും, അന്ധമായ അനുകരണം. നമ്മൾ കഴിഞ്ഞ സൂറത്ത് വിവരിച്ചപ്പോൾ അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ പറയുന്നില്ല. 2ാമത്തേത് ദുനിയാവിനോടുള്ള അഗാധമായ പ്രേമം. അതുകൊണ്ട് അവർ മുത്തക്കബ്ബിറുകളായി. ഞങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ, നീ ഞങ്ങളുടെ അധികാരം വാങ്ങാൻ വേണ്ടി വന്നതല്ലേ, നിൻ്റെ കൂടെ വിശ്വസിച്ച അധസ്ഥിതർക്ക് ഞങ്ങളുടെ ഈ അധികാരമൊക്കെ കൊടുക്കാൻ വേണ്ടിയല്ലേ വന്നത്? ഈ 2 സംഗതികളായിരുന്നു. ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരുടെയും അവസ്ഥ. മൂസ അലൈഹിസ്സലാം ഫിറൗൻ്റെ അടുത്ത് വന്നു. ഫിറൗനെ അള്ളാഹുവിലേക്ക് വിളിച്ചു, കളവാക്കി. മൂസ അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ഫിറൗൻ വിശ്വസിക്കാവുന്ന എല്ലാ രേഖകളുമുണ്ട്. ഓരോ രേഖയും ഓരോ മുഅ്ജിസത്തുകളും പ്രദർശിപ്പിക്കും തോറും ഇവൻ്റെ കള്ളത്തരം ശക്തമാകുക ചെയ്തു. കാരണം എന്താ? മുത്തക്കബ്ബിറാണ്. അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞവനാണ്, അല്ലേ? അതുകൊണ്ടാണ്. പക്ഷെ അള്ളാഹു എന്താ ചെയ്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ചെയ്തത്? അള്ളാഹു മുക്കി കൊന്നില്ലേ? വല്ലതും ഉപകാരപ്പെട്ടോ? ഇല്ലല്ലോ. അപ്പം മുഅ്ജിസത്തുകൾ പോലും ഉപകാരപ്പെടുന്നില്ല. അതാണ് നമ്മൾ നൂഹ് നബിയുടെ സംഭവത്തിൽ കാണുന്നത്. അതാണ് മൂസാ നബിയുടെ സംഭവത്തിൽ കാണുന്നത്, അല്ലേ? നിങ്ങൾ ആലോചിക്കുക, യൂനുസ് നബിൻ്റെ ചരിത്രത്തിൽ പോലും അവസാനമാണ് അത് ഉപകാരപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. ഏറ്റവും കൂടുതൽ ഈ ലൈവായ മുഅ്ജിസത്തുകൾ ഉപകാരപ്പെടേണ്ടതായിരുന്നു, അതുപോലും ഉപകാരപ്പെട്ടില്ല, വിശ്വസിക്കാൻ സാധിച്ചില്ല. അത് നമ്മൾ മനസ്സിലാക്കണം, വിശ്വസിക്കാൻ സാധിച്ചില്ല. നോക്കൂ, ഈ 3 കഥകളും ഈ സൂറത്തിൽ 3 കഥകളാണ് പറയുന്നത്. 3ഉം നൂഹ് നബിയുടെ കഥയുണ്ട്, മൂസാ നബിയുടെ കഥയുണ്ട്, യൂനുസ് നബിയുടെ കഥയുണ്ട്. 3 കഥകളും യഥാർത്ഥത്തിൽ നമ്മോട് പറയുന്നത് ഒരേ കാര്യമാണ്. അതെന്താ? അത് ഒന്ന് തഖ്ലീദ്, അന്ധമായ അനുകരണം. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കാതെ പോയത്. 2ാമത്തേത് നിങ്ങളുടെ അഹങ്കാരം. ഇതാണ് പ്രശ്നം. നിങ്ങൾക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു, എല്ലാം ചെയ്തു തന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളം കൊണ്ടാണ് ഇവരൊക്കെ നശിപ്പിച്ച്. നമുക്ക് ചരിത്രം കണ്ടല്ലോ. ഇപ്പോൾ ഈ വെള്ളം തന്നെ അള്ളാഹു വലിയ അനുഗ്രഹമായി എടുത്തു പറയുന്നുണ്ട്. ഇവർക്ക് കപ്പൽ സൗകര്യം ചെയ്ത് കൊടുത്തത് പറയുന്നുണ്ട്. 22-23 വചനങ്ങൾ അതാണ്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നിങ്ങളെ സഞ്ചരിപ്പിച്ചത് അള്ളാഹുവാണ്. അത് പറയുന്നുണ്ട്. അതിൻ്റെ പുറമെ
കടൽ അവർക്ക് പല രീതിയിലും അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. അവസാനം അള്ളാഹു, നിങ്ങൾ ആലോചിച്ചു, വെള്ളം 24-ാമത്തെ വചനത്തിൽ ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ എന്ന് പറഞ്ഞ് വെള്ളം അവർക്ക് സത്യത്തിലെത്താൻ വേണ്ടിയുള്ള ഒരു ഉദാഹരണമായി കാണിച്ചു കൊടുത്തു. വെള്ളം ഇറക്കി, ആ വെള്ളം കൊണ്ടല്ലേ, മഴ കൊണ്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾ പച്ചപിടിക്കുന്നത്, നിങ്ങളുടെ കൃഷി ഉണ്ടാകുന്നത് ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവസാനം കദാലിക നുഫസ്സിലുൽ ആയാത്ത് ലിഖൗമി യതഫക്കറൂൻ, ഇങ്ങനെ നേർക്ക് നേരെ കാണിച്ചു കൊടുത്തു. പക്ഷേ ഒന്നും ഉപകാരപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതാണ്, ഹിദായത്ത് എന്നത് ലൈവായി കണ്ടു എന്നുള്ളതുകൊണ്ടും കൂടി കിട്ടൂല. അത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൻ്റെ വൃത്തി കൊണ്ടും ശുദ്ധി കൊണ്ടും നമുക്ക് നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഹിദായത്തിനോടും ഈമാനിനോടും കൊതിയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ എവിടെ ആയിരുന്നാലും അള്ളാഹു നമുക്കത് എത്തിച്ചേരും. അതാണ് സൂറത്ത് അവസാനിക്കുകയാണ്. അവസാനിക്കുന്നത് അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അത് വല്ലാത്ത ഓർമ്മിപ്പിക്കല. 107-ാമത്തെ വചനം, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. ശരിക്കും കേട്ടോ, നിങ്ങൾക്കൊരു പ്രയാസം അള്ളാഹു കൊണ്ടുവന്നാൽ അതിനെ ഇല്ലാതാക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ലേ ഇല്ല. എന്തിനാ നിങ്ങൾ വേറെ എങ്ങോട്ടേ പോണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങോട്ടേക്കേ പോണ്? വഇയുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി. അള്ളാഹു ഒരു നന്മ നിങ്ങൾക്ക് തന്നാൽ അത് പിടിച്ചു വാങ്ങാൻ മറ്റാർക്കും പറ്റില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി. അള്ളേ തരുള്ളൂ. രണ്ടും അള്ളയാണ്. വഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. എന്നിട്ട് അവസാനിക്കുന്നത് 108, 109 വചനങ്ങളെ കൊണ്ടാണ്. എന്താണ് അവിടെ പറയുന്നത്? എന്താണ് ഏറ്റവും വലിയ നന്മ എന്നാണ്. ഏറ്റവും വലിയ നന്മ എന്താ സഹോദരന്മാരെ? അത് ഹിദായത്തും ഈമാനുമാണ്. ഇതൊന്നുമല്ല. അതാണ് പറഞ്ഞത്, ഖുൽ യാ അയ്യുഹന്നാസ് ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും. ജനങ്ങളെ പറഞ്ഞോളി, പറയ് നബിയെ, ജനങ്ങളെ നിങ്ങൾക്കിതാ റബ്ബിൽ നിന്നുള്ള ഹഖ് വന്നിരിക്കുന്നു, സത്യം. ഫമനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി. ഒരു വല്ലാത്ത ഗൗരവമുള്ള വാക്കാണ് സഹോദരന്മാർ. അത് ശരിക്കും നമ്മൾ ഇതിൻ്റെ അവസാനത്തെ 108-ാമത്തെ വചനം എല്ലാവരും വായിച്ചു നോക്കണം. ആ 108-ാമത്തെ വചനം നമ്മളോട് പറയുന്നത് ഒരു വല്ലാത്ത ഒരു, എന്താ വെച്ചാൽ നമുക്ക് ഇനി വേറെ അങ്ങോട്ടൊന്നും ചിന്തിക്കാനില്ല. നിങ്ങളുടെ റബ്ബിൽ നിന്ന് വന്നത് നിങ്ങൾക്ക് സത്യമാണ്. അതുകൊണ്ട് ഫമൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി. അതിനാൽ ആർ ആ നേർവഴി സ്വീകരിക്കുന്നുവോ അവന് തന്നെയാണ് അത് ഗുണം ചെയ്യുക. അള്ളാഹ്ക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. വമൻ ضل ഫഇന്നമാ യദില്ലു അലൈഹ. വല്ലവനും വഴിപിഴച്ചു പോയാൽ അതിൻ്റെ ദോഷവും അവനാണ്. ഹിദായത്ത് കിട്ടിയാൽ അതിൻ്റെ ഗുണം അവനാണ്. വലാലത്തിലേക്ക് പോയാൽ വമാ അന അലൈക്കും ബിവക്കീൽ, ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനല്ല എന്ന് നബിയോട് പറയാം. നബി വക്കീലല്ല, പിന്നല്ലേ ഷെയ്ഖന്മാർ മുരീദന്മാരെ രക്ഷിക്കും എന്ന് പറയുന്ന കോലത്തിലല്ലേ നമ്മൾ പോണത്. നിങ്ങൾ ആലോചിച്ച് അതാണല്ലോ പറയുന്നത്. എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞത്രേ. റസൂൽ എന്താ പറഞ്ഞത്? റസൂൽ പറഞ്ഞത് ഫമൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി. എനിക്കൊരു കഴിവില്ല കേട്ടോ, ഒരു കഴിവില്ല. നിങ്ങൾ ഹിദായത്ത് സ്വീകരിച്ചാൽ അതിൽ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. നിങ്ങൾ വഴിവഴിൻ്റെ മാർഗം സ്വീകരിച്ചാൽ അത് കിട്ടും. വമാ അന അലൈക്കും ബിവക്കീൽ. റസൂൽ പറയാ, ഞാൻ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വവും ഏൽപ്പിക്കപ്പെട്ടവനല്ല. എന്നിട്ട് വളരെ കൃത്യമായി അള്ളാഹു ഒരു കടുപ്പമുള്ള സിദ്ധാന്തം മുമ്പിൽ വെച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അതാണ് 109-ാമത്തെ അവസാനത്തെ വചനം. വത്തബിഅ മാ യൂഹാ ഇലൈക്. നബിനോട് പറയാം, നബിയെ നിങ്ങൾക്ക് കിട്ടിയ വഹീനെ നിങ്ങൾ ഫോളോ ചെയ്തു. വസ്ബിർ, എന്നിട്ട് ക്ഷമിച്ച് നിൽക്ക്. ഹത്താ യഹ്കും അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ. വഹുവ ഖൈറുൽ ഹക്കിമീൻ, അവനാണ് തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഉത്തമൻ. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇതിലൊന്നും ബേജാറാകണ്ട, പേടിക്കണ്ട. വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാവും. ഒരു കാര്യം ഈ ചരിത്രത്തിൽ മനസ്സിലായല്ലോ, ഈമാനിൻ്റെയും ഹിദായത്തിൻ്റെയും ക്രൈറ്റീരിയ നമ്മുടെ ഒന്നും പവറല്ല, മറിച്ച് നമ്മുടെ ഖൽബിനകത്ത് അതുണ്ടോ ഇല്ലയോ എന്നതാണ്. ഖൽബിനകത്തുണ്ടെങ്കിൽ അള്ളാഹു എത്തിച്ചു തരും. അള്ളാഹു അങ്ങനെ വിശ്വാസം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.